ചില ആളുകൾക്ക് സാധാരണക്കാരായി ജീവിക്കുക എന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായി എന്ത് ചെയ്യാനും അവർ മടിക്കാറില്ല. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തങ്ങളുടെ ശരീരത്തെ മാറ്റിയ കുറച്ച് വിചിത്രമായ മനുഷ്യരെയാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കിറിൽ ടെറേഷ്യൻ. റഷ്യൻ ബോഡി ബിൽഡറായ കിറിൽ ടെറേഷ്യൻ കാർട്ടൂൺ കഥാപാത്രമായ പോപ്പായുടെ ഒരു ആരാധകനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മസിലുകളും ആ കഥാപാത്രത്തെ പോലെ ആക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അതിനായി ജിമ്മിൽ അധിക ഭാരം എടുക്കുകയും ദിവസേന 8 തവണ പ്രോട്ടീൻ റിച്ച് ആഹാരം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ മസിൽ കൂടാനായി മറ്റൊരു മാർഗം കൂടി ഇദ്ദേഹം ഉപയോഗിച്ചു. സിന്തോൾ എന്നൊരു ഓയിൽ ഇദ്ദേഹം തൻ്റെ കൈകളിൽ കുറച്ച് ഇഞ്ചക്ട് ചെയ്യുകയും ഒരു രാത്രി കൊണ്ട് 1 ഇഞ്ച് മസിൽ കൂടുന്നതായി ഇദ്ദേഹം കണ്ടെത്തി. പിന്നീട് കൂടുതൽ അളവിൽ അത് ഉപയോഗിച്ച് ഈ വിധത്തിൽ വലിയ മസിലുകൾ കിറിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ സെൻസേഷനായി മാറുകയും ഫേമസ് ആയി മാറുകയും ചെയ്തു. നുവൻ വാൻചൻ. ചില മനുഷ്യർക്ക് തങ്ങളുടെ താടിയും മുടിയും നീട്ടി വളർത്തുക എന്നത് വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കും. എന്നാൽ നുവൻ വാൻചൻ എന്ന ഈ മനുഷ്യൻ 8 ദശവർഷത്തിലേറെയായി തൻ്റെ മുടി നീട്ടി വളർത്തുന്നു. ഒരു പ്രത്യേക വിശ്വാസത്തിൽ പിന്തുടർന്നു വരുന്ന ഇദ്ദേഹം മുടി നമ്മൾ ഒരിക്കലും മുറിക്കരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല മുടി മുറിക്കുകയോ കഴുകുകയോ ചെയ്താൽ താൻ മരിച്ചു പോകുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. 80 വർഷത്തോളമായി വളർത്തുന്ന ഈ മുടിക്ക് 5 മീറ്റർ നീളവുമുണ്ട്. ടെഡ് പാരറ്റ്മാൻ റിച്ചാർഡ്സ്. തത്തകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ടെഡ് റിച്ചാർഡ്സ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവരെ പോലെ ആകാനായി സ്വന്തം ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളും വരുത്തി. പല നിറത്തിലുള്ള തൂവലുകൾ ടെഡ് തൻ്റെ മുഖത്ത് പച്ചകുത്തി. മാത്രമല്ല തൻ്റെ പേര് മാറ്റി ടെഡ് പാരറ്റ്മാൻ എന്നുമാക്കി. തത്തയുടെ രൂപം കൊണ്ടുവരാനായി തൻ്റെ ചെവികളും ഇദ്ദേഹം സർജറി ചെയ്ത് നീക്കം ചെയ്തു. കൂടാതെ മറ്റു പല മാറ്റങ്ങളും ടെഡ് തൻ്റെ മുഖത്ത് സർജറി ചെയ്തു കൊണ്ടുവന്നു. പോരാത്തതിന് കണ്ണിൽ മഷിയിട്ട് തൻ്റെ കാഴ്ചയ്ക്ക് കോട്ടം തട്ടിയേക്കാവുന്ന വിധത്തിലുള്ള മാറ്റവും ഇദ്ദേഹം വരുത്തി. എറിക് ലിസാർഡ്മാൻ സ്പ്രാഗ്. മനുഷ്യരൂപത്തിൽ നിന്ന് ഒരു പല്ലിയുടെ രൂപത്തിലേക്ക് മാറാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് എറിക് സ്പ്രാഗ്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇദ്ദേഹം 700 മണിക്കൂർ ടാറ്റു ചെയ്യാനായി ചെലവഴിച്ചാണ് ദേഹം മുഴുവൻ പച്ച നിറമാക്കി മാറ്റിയത്. കഥകളിൽ കാണാറുള്ള ഒരു ഡ്രാഗനെ പോലെയായി മാറുകയായിരുന്നു ഇദ്ദേഹം. പിന്നീട് ചെയ്തത് നാക്കു മുറിച്ച് 2ആക്കി പാമ്പുകളെ പോലെയാക്കി. മാത്രമല്ല പല്ലുകൾ ഫൈലിംഗ് ചെയ്ത് ഷാർപ്പാക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലും തുളകൾ ഇടുകയും ഉണ്ടായി. ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായ ഇദ്ദേഹം ചെവിയിലും മറ്റു തുളകളിലും ഭാരമുള്ള വസ്തുക്കൾ തൂക്കി പ്രകടനങ്ങൾ ചെയ്യാറുണ്ട്. ഒരു കോർക്ക് സ്ക്രൂ തൻ്റെ മൂക്കിലിട്ട് വായിലൂടെ കൊണ്ടുവന്ന് ചെവിയുടെ ദ്വാരത്തിലേക്ക് എത്തിക്കുന്ന പ്രകടനമാണ് ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ട്രിക്ക്. സാധു അമർ ഭാരതി. ക്ലാസ്സിൽ അധ്യാപകർ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ കൈപ്പൊക്കുന്ന കൂട്ടുകാരെ നാം കണ്ടിട്ടുണ്ടാവും. എന്നാൽ സാധു അമർ ഭാരതി എന്ന ഇന്ത്യക്കാരൻ 43 വർഷമായി തൻ്റെ കൈ ഇതുപോലെ ഉയർത്തിയാണ് ജീവിക്കുന്നത്. ദൈവമായ ശിവനോടുള്ള ആദരവ് കാണിക്കാനാണ് ഇദ്ദേഹം ഈ വിചിത്രമായ കാര്യം ചെയ്തു വരുന്നത്. തൻ്റെ ജോലിയും ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചാണ് ഇദ്ദേഹം ഈ മാർഗത്തിൽ ജീവിക്കാൻ തുടങ്ങിയത്. മസിലുകൾ നഷ്ടപ്പെട്ട് മരവിച്ച് വടി പോലെയായിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ കയ്യ്. മാത്രമല്ല വിരലുകളും നഖവും കൂടി ചേർന്ന് ഒരു പ്രത്യേക രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൈയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് മനുഷ്യനെയാണ് കൂടുതൽ അത്ഭുതം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.